ഇനി വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ പുതിയ വർഷത്തിലേക്ക് കിടക്കാനായിട്ട്. അതിനു മുമ്പ് നമുക്ക് കഴിഞ്ഞ വർഷം നമ്മൾ എങ്ങനെ യൂസ് ചെയ്തു എന്നുള്ളത് നോക്കാം. കഴിഞ്ഞ വർഷം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വർഷം എങ്ങനെ നമ്മൾ നന്നായി യൂസ് ചെയ്തോ അതോ പൂർണ്ണമായും വേസ്റ്റാക്കി കളഞ്ഞോ എന്ന് നമുക്ക് നോക്കാം. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ വർഷം പൂർണ്ണമായും പാഴാക്കി കളഞ്ഞു എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. എന്തൊക്കെയാണ് ആ കാര്യങ്ങളെന്ന് പറയാം. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി അടുത്ത വർഷം നമുക്ക് ഈ കാര്യങ്ങൾ ചെയ്യാതിരിക്കാം. നമ്മൾ ഈ വർഷം പൂർണ്ണമായും പാഴാക്കി കളഞ്ഞു എന്നുള്ളതിൻ്റെ ഒന്നാമത്തെ ലക്ഷണമാണ് ഓരോ കാര്യങ്ങൾ, പുതിയ ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോഴൊക്കെ നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ഇന്ന് ചെയ്യുന്നില്ല, നാളെ ചെയ്യാം, അല്ലെങ്കിൽ മറ്റന്നാൾ ചെയ്യാം, അടുത്ത ആഴ്ച ചെയ്യാം എന്ന് പറഞ്ഞ് നമ്മളെല്ലാം ഇന്ന് ചെയ്യേണ്ടതെല്ലാം പിന്നൊരു ദിവസത്തേക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ വർഷം പാഴാക്കി കളഞ്ഞു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം നമുക്ക് വളരെ കുറച്ചുള്ളത് സമയമാണ്. ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ പിന്നൊരു ദിവസത്തേക്ക് മാറ്റി വയ്ക്കുമ്പോൾ അടുത്ത ദിവസം ചെയ്യേണ്ടത്, അതിൻ്റെ അടുത്ത ദിവസം ചെയ്യേണ്ടത്, അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ നീട്ടി വെക്കുകയാണ്. അപ്പോൾ നമ്മൾ സമയം പാഴാക്കി കളയുകയാണ്. പാഴാക്കി കളഞ്ഞ സമയം നമുക്ക് ഒരിക്കലും തിരിച്ചു കിട്ടില്ല. ചിലവായ പൈസ ചിലപ്പോൾ നമുക്ക് തിരിച്ച് ഏൺ ചെയ്യാൻ പറ്റിയെന്ന് വരാം, വീണ്ടും അത് സമ്പാദിക്കാൻ പറ്റിയെന്ന് വരാം. പക്ഷേ സമയം നമുക്ക് നഷ്ടമായി കഴിഞ്ഞാൽ അതൊരിക്കലും നമുക്ക് വീണ്ടും തിരിച്ചു കിട്ടില്ല. പിന്നെ രണ്ടാമത്തെ കാര്യമാണ് യു അവോയ്ഡഡ് ഡിസ്കംഫർട്ട്. നമുക്ക് എന്തെങ്കിലുമൊക്കെ അച്ചീവ് ചെയ്യണമെങ്കിൽ തീർച്ചയായും നമുക്ക് നമ്മുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് കിടക്കേണ്ടി വരും, അല്ലേ? പുതിയൊരു ജോലി വരുമ്പോൾ, പുതിയൊരു ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ, അയ്യോ അത് ചെയ്യണമെങ്കിൽ ഞാൻ കുറച്ച് നേരത്തെ എഴുന്നേൽക്കേണ്ടി വരും, അല്ലെങ്കിൽ എനിക്ക് കുറച്ചുകൂടി വൈകിയേ വീട്ടിലെത്താൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഞാൻ കുറച്ചുകൂടി ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും, കുറച്ചുകൂടി എനിക്ക് സമയം അതിനു വേണ്ടി കൊടുക്കേണ്ടി വരും, കുറച്ചുകൂടി അധ്വാനിക്കേണ്ടി വരും, അല്ലെങ്കിൽ കുറച്ചുകൂടി പൈസ ചിലവാകും എന്നൊക്കെ കരുതിയിട്ട് നമ്മളിപ്പോൾ ഉള്ള കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് കിടക്കാൻ നമ്മൾ മടിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ അവസരങ്ങൾ പാഴാക്കി കളഞ്ഞു. ഒരിക്കലും അടുത്ത വർഷം നമുക്ക് അങ്ങനെ ചെയ്യാതിരിക്കാം. നമ്മൾ ഡിസ്കംഫർട്ട് ആയിക്കഴിഞ്ഞാൽ മാത്രമേ, കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് കിടന്നാൽ മാത്രമേ നമുക്ക് ഗ്രോത്ത് ഉണ്ടാവുകയുള്ളൂ. എപ്പോഴും നമ്മൾ കംഫർട്ടായിരിക്കാൻ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ, എപ്പോഴും സുഖമായിട്ടിരിക്കാൻ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും നേടാൻ കഴിയില്ല. നമ്മൾ എവിടെയാണുള്ളത് അവിടെ തന്നെ ഇരിക്കും, അല്ലെങ്കിൽ അതിനെയൊക്കെ താഴേക്ക് പോകും. നമ്മുടെ കൂടെയുള്ളവരൊക്കെ ഓടി മുന്നിലെത്തുകയും ചെയ്യും. ഇനി മൂന്നാമത്തെ കാര്യമാണ് യു കൺസ്യൂംഡ് മോർ ദാൻ യു ക്രിയേറ്റഡ്. നിങ്ങൾ മറ്റുള്ളവരുടെ വിജയങ്ങളും അവരുടെ സന്തോഷങ്ങളും അവരുടെ യാത്രകളും ഒക്കെ നോക്കിയിട്ട്, അവരുടെ അച്ചീവ്മെൻറ്റ്സ് നോക്കിയിട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടേയിരുന്നു. അതൊക്കെ നോക്കി ഒന്നുമിൽ ഒരാളുടെ അച്ചീവ്മെൻറ്റ് കണ്ടാൽ നമ്മൾ എന്താണ് ചെയ്യുക? രണ്ട് കാര്യങ്ങളാണ് ചെയ്യുക. ഒന്നുമില്ലെങ്കിൽ നമ്മൾ അതിന് വേണ്ടി കൈയടിക്കും, അല്ലെങ്കിൽ അസൂയപ്പെടും, അല്ലേ? ഈ രണ്ട് കാര്യങ്ങളും ചെയ്തുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സമയം പാഴാക്കി കളഞ്ഞു. മറിച്ച് അതിന് പകരമായി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടേതായ എന്തെങ്കിലുമൊക്കെ ചെറിയ അച്ചീവ്മെൻറ്റ്സ്, ചെറിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞില്ല. നമ്മൾ എന്തെങ്കിലുമൊക്കെ സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ കഴിയുന്നതിന്, അങ്ങനെ ചെയ്യാൻ പരിശ്രമിക്കുന്നതിന് പകരം മറ്റുള്ളവരുടെ വിജയങ്ങൾ കണ്ട് അത് കൈയടിക്കുകയോ അതിനെ നോക്കി അസൂയപ്പെടുകയോ ചെയ്തുകൊണ്ടിരുന്നു. ആ സമയം കൊണ്ട് നമുക്ക് സ്വന്തമായി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമായിരുന്നു. വളരെ ചെറുതാണെങ്കിലും എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഓരോ വർഷവും ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഈ വർഷം നിങ്ങളുടെ സ്വന്തമായിട്ടൊന്നും ഉണ്ടാക്കിയില്ല, മറിച്ച് മറ്റുള്ളവരുടെ വിജയങ്ങൾ കണ്ട് കൈയടിക്കുകയും അല്ലെങ്കിൽ അതിനെ ലൈക്ക് ചെയ്യുകയും കമൻ്റ് ഇടുകയും അല്ലെങ്കിൽ അതിൽ അസൂയപ്പെട്ടിരിക്കുകയൊക്കെയാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളതെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ വർഷം പാഴാക്കി. അടുത്ത വർഷമെങ്കിലും നമുക്ക് അങ്ങനെ ചെയ്യാതിരിക്കാം. നമ്മുടേതായി സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ക്രിയേറ്റ് മോർ ആൻഡ് കൺസ്യൂം ലെസ്. പിന്നെയുള്ള നാലാമത്തെ കാര്യമാണ് യു കെപ്റ്റ് ദ സെയിം സർക്കിൾ. നിങ്ങളുടെ കൂടെ പണ്ടുണ്ടായിരുന്ന അതേ ആൾക്കാർ തന്നെയാണോ ഈ വർഷം ഉണ്ടായിരുന്നത്? ഒരു മാറ്റവും ഉണ്ടായില്ലേ? നിങ്ങൾ പുതിയ ആളുകളെ കാണുകയോ പുതിയ സ്ഥലങ്ങളിൽ പോവുകയോ പുതിയ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയോ ചെയ്തില്ല. അതേ എൻവയോൺമെൻറ്റിൽ അതേ ആളുകളുടെ കൂടെ അതേ സെയിം ലൈഫാണ് നിങ്ങൾ ഈ വർഷവും തുടർന്നതെങ്കിൽ തീർച്ചയായും നമ്മൾ ഈ വർഷം പാഴാക്കി കളഞ്ഞു എന്ന് തന്നെ പറയേണ്ടി വരും. ഓരോ ദിവസവും ഓരോ നിമിഷവും നമുക്ക് ഓരോ ഓപ്പർച്യൂണിറ്റികളാണ്. അപ്പോൾ തീർച്ചയായും പുതിയ ആളുകളെ കാണാൻ, പുതിയ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ, ഇൻസ്പയറിംഗ് ആയ ആളുകളെ കണ്ടുമുട്ടാൻ, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകാൻ, അങ്ങനെയുള്ള കണക്ഷൻസ് ഉണ്ടാക്കാൻ ഒക്കെ നമ്മൾ ഉപയോഗിക്കേണ്ടിയിരുന്നതാണ് ഓരോ വർഷവും. അപ്പം നിങ്ങൾ ഇതിന് മുമ്പുണ്ടായിരുന്ന അതേ ആളുകളെ, അതേ സ്ഥലം, അതേ എൻവയോൺമെൻറ്റിൽ തന്നെയാണ് നിങ്ങൾ ഇരുന്നതെങ്കിൽ തീർച്ചയായും ഈ വർഷം നിങ്ങൾ വേണ്ട വിധത്തിൽ ഉപയോഗിച്ചില്ല എന്ന് തന്നെ പറയേണ്ടി വരും. പിന്നെയുള്ളതാണ് നിങ്ങൾ ഡോപ്പമൈൻ ചേസ് ചെയ്യുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്, അല്ലാതെ ഡിസിപ്ലിനിലേക്ക് കടക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല. എന്ന് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ ന്യൂ ഇയർ ആകുമ്പോൾ തുടക്കത്തിൽ നമ്മൾ ഒരുപാട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരിക്കുമല്ലോ. ഇനി നമ്മുടെ ശരീരം ശ്രദ്ധിക്കണം, വെയിറ്റ് കുറയ്ക്കണം, അല്ലെങ്കിൽ നടക്കാൻ പോകണം, എന്തെങ്കിലും മൂവ്മെൻറ്റ് ഉണ്ടാവണം, ഹെൽത്തി ആയ ഫുഡ് കഴിക്കണം, ഡയറ്റിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഫോൺ ഉപയോഗം കുറയ്ക്കണം എന്നൊക്കെ നമ്മൾ ന്യൂ ഇയർ സമയത്ത് പലതും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതൊന്നും നിങ്ങൾ ചെയ്തില്ല. പകരം നമുക്ക് ഇങ്ങനെ ഓരോ സ്ക്രോൾ ചെയ്തിട്ട് ഓരോ റീൽസൊക്കെ കാണുമ്പോൾ
കാണുമ്പോൾ കുറച്ച് ഡോപ്പമൈൻ കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ സമയം ചിലവഴിച്ചു. മറിച്ച് ഡിസിപ്ലിൻഡ് ആയ ഒരു ലൈഫ് ജീവിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിച്ചില്ല എങ്കിൽ തീർച്ചയായും നമ്മൾ ഈ വർഷവും പാഴാക്കി എന്ന് പറയേണ്ടി വരും. പിന്നെ നമ്മൾ ചെയ്യാത്ത ഒരു കാര്യമാണ് യു ഡിഡിൻറ്റ് ട്രാക്ക് യുവർ പ്രോഗ്രസ്. നമുക്ക് എന്തെല്ലാം നമ്മൾ നേടി, എന്തെല്ലാം നമ്മൾ ആഗ്രഹിച്ചു, അതിൽ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ നടത്തിയെടുത്തു എന്നുള്ള നമ്മുടെ പ്രോഗ്രസ് നമ്മൾ തന്നെ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെയൊന്നും നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും അതൊരു നഷ്ടമാണ്. നമ്മൾ എന്തെങ്കിലുമൊക്കെ മെഷർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ മാത്രമേ നമുക്കത് ഫിക്സ് ചെയ്യാനും ഇമ്പ്രൂവ് ചെയ്യാനും ഒക്കെ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്തു, എന്തൊക്കെ നേടി, എന്തൊക്കെ നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു, നമ്മുടെ ഗോൾ എന്തൊക്കെയായിരുന്നു, അതിലിപ്പോൾ ഒരു 10 കാര്യങ്ങളുണ്ടെങ്കിൽ അതിലൊരു 5 കാര്യങ്ങളെങ്കിലും നടത്തിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞോ എന്നെല്ലാം നമ്മുടെ പ്രോഗ്രസ് നമ്മൾ തന്നെ അനലൈസ് ചെയ്യണം. അപ്പോൾ എന്തൊക്കെ നടന്നില്ല, എന്തുകൊണ്ട് നടന്നില്ല, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ നടത്തിയെടുത്തത്, അതിനുവേണ്ടി നമ്മൾ എന്തെല്ലാം ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മൾ എങ്ങനെയാണോ നമ്മുടെ ഫിനാൻസ് ട്രാക്ക് ചെയ്യുന്നത്, നമ്മൾ വരവ് ചെലവ് കണക്കുകൾ നോക്കാറില്ലേ, അതേപോലെ തന്നെ നമ്മൾ ജീവിതത്തിൽ എന്തെല്ലാം പ്രോഗ്രസ് നേടുന്നുണ്ട്, എന്തെല്ലാം അച്ചീവ്മെൻറ്റ്സ് നമുക്ക് ഉണ്ടായി എന്നെല്ലാം നമ്മൾ ട്രാക്ക് ചെയ്യേണ്ടതുണ്ട്. അത് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും അത് നമ്മളൊരു തെറ്റാണ് ചെയ്തത്, അതൊരു നഷ്ടമാണ് നമുക്കുണ്ടായത്. പിന്നെയുള്ളതാണ് യു ലെറ്റ് ഫിയർ ടേക്ക് യുവർ ഡിസിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പേടിച്ചിട്ട് പല കാര്യങ്ങളും ചെയ്യാതിരിക്കും, അല്ലേ? അത് സക്സസ് ആയില്ലെങ്കിലോ അല്ലെങ്കിൽ തോറ്റുപോയാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഇപ്പോഴത്തെ ജോലി മാറ്റിയിട്ട് പുതിയൊരു ജോലിയിലേക്ക് കിടക്കണമെന്ന് നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷേ അത് പ്രശ്നമായാലോ, ഇതും പോയി അതും പോയി എന്ന് ആയാലോ എന്ന് കരുതി നമ്മൾ അതിലേക്ക് കടന്നിട്ടുണ്ടായിരിക്കില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പുതിയ ബിസിനസ് തുടക്കണമെന്ന് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ അത് വിജയിച്ചില്ലെങ്കിലോ, നമ്മൾ ഇറക്കിയ മുടക്കുമുതൽ പോയാലോ എന്നൊക്കെ പേടിച്ചിട്ട് അത് ചെയ്യാൻ തയ്യാറായിട്ടുണ്ടാവില്ല. എന്തെങ്കിലും ഒരു പുതിയ കാര്യം പഠിക്കണം എന്ന് വിചാരിച്ചിട്ട് സമയമില്ല എന്ന് കരുതിയിട്ട്, ഇല്ലെങ്കിൽ അതിനൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് നമുക്ക് ലൈഫും ടൈമും എല്ലാം കൂടിയിട്ട് പ്രശ്നമാവും. ഇപ്പോൾ പോണ കാര്യങ്ങളൊക്കെ അവതാളത്തിലായാലോ എന്ന് കരുതിയിട്ട് അത് ചെയ്യാതിരുന്നിട്ടുണ്ടായിരിക്കാം. അങ്ങനെ നമ്മൾ പേടിച്ചിട്ട് തോറ്റു പോകുമോ എന്ന് പേടിച്ചിട്ട്, പ്രശ്നമായാലോ എന്ന് പേടിച്ച്, ഇപ്പോഴുള്ള കംഫർട്ട് സോൺ പോയാലോ എന്ന് തെറ്റിദ്ധരിച്ചിട്ട്, അങ്ങനെയൊക്കെ പേടിച്ചിട്ട് നമ്മൾ ഡിസിഷൻസ് എടുക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ ഈ വർഷവും പാഴാക്കി കളഞ്ഞു എന്ന് പറയേണ്ടി വരും. റിസ്ക് എടുക്കാൻ തയ്യാറാവണം എപ്പോഴും, എങ്കിലേ നമുക്ക് വിജയിക്കാൻ കഴിയുള്ളൂ. എല്ലാത്തിനെയും പേടിച്ച് അത് ശരിയാവില്ല, ഇത് ശരിയാവില്ല, പ്രശ്നമായാലോ എന്നൊക്കെ വിചാരിച്ചിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ഇരുന്നോടത്ത് തന്നെ ഇരിക്കും. പിന്നെയുള്ളതാണ് നമ്മുടെ ശരീരത്തിന് വേണ്ട വിധത്തിൽ നമ്മൾ പരിപാലിച്ചില്ല. നമുക്ക് തുടക്കത്തിൽ നമ്മൾ പലതും വിചാരിച്ചിട്ടുണ്ടാവും. സമയത്ത് ഉറങ്ങണം, എന്തെങ്കിലുമൊക്കെ ബുക്സ് വായിക്കണം, ഈ ഫോണിൻ്റെ ഉപയോഗം കുറയ്ക്കണം, നല്ല ഫുഡ് കഴിക്കണം, ജങ്ക് ഫുഡ് കഴിക്കരുത്, എന്തെങ്കിലുമൊക്കെ എക്സസൈസ് ചെയ്യണം എന്നൊക്കെ പലതും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷെ അതൊന്നും ചെയ്യാൻ പറ്റിയില്ല. സമയത്ത് ഉറങ്ങാൻ പറ്റിയില്ല, മതിയാവോളം 8 മണിക്കൂർ ഉറക്കം നമുക്ക് കിട്ടിയില്ല, അല്ലെങ്കിൽ നമ്മൾ ഹൈഡ്രേറ്റ് ചെയ്യാൻ മറന്നുപോയി, ആവശ്യത്തിന് വെള്ളം കുടിക്കാനും സമയത്ത് ഭക്ഷണം കഴിക്കാനും, അത് ഹെൽത്തിയായ ഭക്ഷണം കഴിക്കാനും അതിനൊന്നും സമയം കിട്ടിയില്ല, അതൊന്നും ശ്രദ്ധിക്കാൻ നമുക്ക് പറ്റിയില്ല എന്നുള്ളതാണെങ്കിൽ തീർച്ചയായും നമ്മൾ ഈ വർഷം പാഴാക്കി കളഞ്ഞു എന്ന് തന്നെ പറയേണ്ടി വരും. പിന്നെയുള്ള കാര്യമാണ് യു അവോയ്ഡഡ് സോളിറ്റ്യൂഡ്. ഒറ്റയ്ക്ക് ഇരിക്കാൻ ഇഷ്ടമില്ലാത്ത ആളുകളുണ്ടായിരിക്കും. അവരെപ്പോഴും, കാരണം ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നമുക്ക് പല ചിന്തകൾ വരും, നമ്മുടെ ഭാവിയെപ്പറ്റി, നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെപ്പറ്റി, അങ്ങനെ ഒരുപാട് ചിന്തകൾ വരും. അപ്പോൾ അതൊന്നും ഇഷ്ടമില്ലാത്ത ആളുകൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ എപ്പോഴും നോയ്സിൻ്റെ ഇടയിൽ പെടാൻ ശ്രമിക്കും. എപ്പോഴും ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്തു പോവുക, എപ്പോഴും ആളുകളുടെ ഇടയിൽ ഇരിക്കുക. അത് സ്വയം ഒരു എസ്കേപ്പ് ആവാനുള്ള നമ്മുടെ മനസ്സിൻ്റെ തന്ത്രമാണ്. കാരണം ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നമ്മൾ പല യാഥാർത്ഥ്യങ്ങളും ചിന്തിച്ചു പോകും. അപ്പോൾ അതൊന്ന് ചിന്തിച്ച് ടെൻഷൻ ആവാണ്ടിരിക്കാൻ വേണ്ടി, നമുക്ക് ആങ്സൈറ്റി ഇല്ലാതിരിക്കാൻ വേണ്ടി നമ്മൾ എപ്പോഴും ശബ്ദം കൊണ്ട് അതിനെ കവർ ചെയ്യാൻ നമ്മൾ ശ്രമിക്കും. ശബ്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാർട്ടിക്ക് പോവുക, മറ്റുള്ളവരുടെ കൂടെ ഇരിക്കുക, കൂട്ടത്തിലിരിക്കുക, സംസാരിക്കുക. അപ്പോൾ നമ്മൾ പല കാര്യങ്ങളായിരിക്കും സംസാരിക്കുക. നമ്മുടെ ഉള്ളിൽ ഉള്ള ചിന്തകൾ അപ്പോൾ അങ്ങനെ പുറത്തേക്ക് വരില്ല. നമ്മളെപ്പോഴും ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴാണ് നമ്മുടെ കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കുക, നമ്മൾ ഇനി എന്ത് ചെയ്യണം എന്നുള്ളതിനെ പറ്റിയൊക്കെ, ഭാവിയെ പറ്റിയും കഴിഞ്ഞു പോയതിനെ പറ്റിയൊക്കെ നമ്മൾ ഓർക്കുക, എന്തെങ്കിലുമൊക്കെ ചിന്തിച്ച് എന്തെങ്കിലുമൊക്കെ തീരുമാനം എടുക്കുക നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴായിരിക്കും. അപ്പോൾ അതൊന്ന് യാഥാർത്ഥ്യത്തിൽ നിന്ന് എസ്കേപ്പ് ആവാൻ വേണ്ടി നമ്മൾ എപ്പോഴും ആളുകളുടെ ഇടയിൽ ഇരിക്കാനാണ് ആഗ്രഹിച്ചതെങ്കിൽ, ഒറ്റയ്ക്കിരുന്ന് ചിന്തിക്കാനുള്ള സമയം ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായും അതും നമുക്കൊരു നഷ്ടമാണ് ഈ വർഷം ഉണ്ടായത്. പിന്നെയുള്ള അവസാനത്തേതാണ്, നമ്മൾ ഒരിക്കലും തീരുമാനിച്ച കാര്യങ്ങളൊന്നും നടപ്പാക്കാൻ നമുക്ക് കഴിഞ്ഞില്ല. നമ്മൾ 10 കാര്യങ്ങൾ തുടക്കത്തിൽ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഇയർ എൻഡ് ആകുമ്പോഴും നമ്മളതിൽ ഒരു കാര്യം എല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ നമ്മൾ തുടക്കത്തിൽ നമ്മൾ നേരത്തെ എഴുന്നേറ്റിട്ടുണ്ടായിരിക്കും, നടക്കാൻ പോയിട്ടുണ്ടായിരിക്കും, എക്സസൈസ് ചെയ്തിട്ടുണ്ടായിരിക്കും, ബുക്ക് റീഡ് ചെയ്യാൻ വേണ്ടി മേടിച്ചിട്ടുണ്ടായിരിക്കും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷെ അതൊന്നും കംപ്ലീറ്റ് ആക്കാൻ നമുക്ക് കഴിഞ്ഞില്ല, അതൊന്നും ഫോളോ ചെയ്യാൻ നമുക്ക് കഴിഞ്ഞില്ല.
ഓരോ എക്സ്ക്യൂസസ് കണ്ടെത്തിയിട്ടുണ്ടാവും. അയ്യോ ഇന്ന് തണുപ്പാണ്, ഇന്ന് നേരത്തെ എണീക്കാൻ വയ്യ, അല്ലെങ്കിൽ ഇന്ന് കുറച്ച് ടയേർഡാണ് അതുകൊണ്ട് നടക്കാൻ പോകാൻ വയ്യ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ എക്സ്ക്യൂസസ് കണ്ടെത്തിയിട്ട് നമ്മൾ ആ കാര്യങ്ങളൊന്നും ഫോളോ ചെയ്യാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ, അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ തീർച്ചയായും നമ്മൾ ഈ വർഷം പാഴാക്കി എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇതേപോലെ തന്നെയാണ് തുടർന്നതെങ്കിൽ തീർച്ചയായും നമ്മുടെ ഒരു വർഷം പാഴായി. പക്ഷെ നമുക്ക് അടുത്ത വർഷത്തിലേക്ക് ഈ തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാൻ ശ്രമിക്കാം.